എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടാണ്. അത് നമുക്ക് എങ്ങനെ സോഫ്റ്റായിട്ട് പുട്ട് പുഴുങ്ങാമെന്ന് നോക്കാം. അതിന് ഇച്ചിരി ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത്രയൊന്ന് മിക്സ് ഇതാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു 1.5 കപ്പ് മാവാണ് എടുത്തേക്കുന്നത്. 1.5 കപ്പ് മാവിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായി പരുവത്തിനകത്ത് ഇട്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. അതെ, ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ മാവ്. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നൊരു പുട്ടായത്. ഞാനൊന്ന് കറക്കിക്കൊണ്ട് വരും. വേണ്ട, മിക്സിയിലിട്ടൊന്ന് വേണ്ട ഇതുപോലെ വരും മാവ്. കട്ടയൊന്നും ഇല്ലാതെ. എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്താ നല്ല സോഫ്റ്റാവും. ഇതിനകത്തോട്ട് തേങ്ങയിട്ട് പുട്ട് പുഴുങ്ങിയെടുത്താൽ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും നമുക്ക്. അങ്ങനെ പുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ചൂട് ഗോതമ്പ് പുട്ട്, നല്ല സോഫ്റ്റ് പുട്ടാണ്. അതിൻ്റെ കൂടെ കദളിപ്പഴം, നമ്മുടെ അമ്പലങ്ങളിലൊക്കെ നേദിക്കാൻ വയ്ക്കുന്ന പഴം. ഇതങ്ങനെ എല്ലായിടവും കിട്ടത്തില്ല. വേണ്ട, ഭയങ്കര ടേസ്റ്റാണ് ഈ പഴത്തിന്. വലിപ്പം ഇത്രയേ ഉള്ളൂ, വേറും ചെറിയ പഴമാണ്, പക്ഷേ ടേസ്റ്റ് അപാരം. ഇങ്ങനെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ഈ പഴവും കൂടെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പുട്ടൊന്ന് ഞാൻ പൊട്ടിച്ച് കാണിക്കാം. കണ്ട നല്ല സോഫ്റ്റെന്ന് വെച്ചാൽ നല്ല ഇത് കണക്ക് സോഫ്റ്റ് പുട്ട്. നമ്മൾ അരിപ്പുട്ടിനെക്കാട്ടിലും സോഫ്റ്റായി ഗോതമ്പ് പുട്ട്. ഇങ്ങനെ അല്ലാതെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി ഉണ്ട മാതിരി ഇരിക്കും. കണ്ട നല്ല സോഫ്റ്റായിട്ട് കൊച്ചുങ്ങൾക്കും എല്ലാം കഴിക്കാം. ഗോതമ്പ് പുട്ട് അരിപ്പുട്ടിനെക്കാട്ടിലും ഹെൽത്തി അല്ലേ. അത് തേങ്ങയും വലുതായിട്ട് ചേർക്കണമെന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയയ്ക്കുക.